സാർ, വെൽക്കം ടു ദ ഷോ. Morning, Vishnu. Morning, viewers. ഗുഡ് മോർണിംഗ് സാർ. സാർ, എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളത് അമേരിക്കൻ മാർക്കറ്റിനെ പറ്റിയാണ്. ഏതായാലും ഡൗ ജോൺസ് ഇന്നലെ വെള്ളിയാഴ്ച നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഡൗ ജോൺസ് ഇൻഡെക്സ് 1.69% ഒരു വലിയ ഫാളാണ് രേഖപ്പെടുത്തിയത്. കൂടാതെ S&P 500ലും 1.71% ഇടിവാണ് രേഖപ്പെടുത്തിയത്. നാസ്ഡാക്ക് ഇൻഡെക്സിലോട്ട് വരുമ്പോൾ 2.2% ഒരു ഇടിവുമായിരുന്നു വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത്. ഒരു വീക്കിലി ഇടിവ് പരിശോധിക്കുമ്പോൾ ഡൗ ജോൺസ് ഇൻഡെക്സിൽ 2.51%, S&P 500 1.6%, നാസ്ഡാക്ക് 100 2.26% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. അമേരിക്കൻ മാർക്കറ്റിൽ സാറിന്റെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് നമുക്ക് അമേരിക്കൻ വിപണിയിൽ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി തിരിച്ചൊരു റിക്കവറിക്ക് പകരം നമ്മൾ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും വലിയൊരു സെൽ ഓഫ് ആയിരുന്നു അമേരിക്കൻ വിപണിയിൽ കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് അമേരിക്കൻ വിപണിയിൽ ബെയറിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അമേരിക്കൻ വിപണിയിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 43,200 പോയിന്റ്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും നമുക്ക് ഹെവി സെല്ലിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ മേജർ സപ്പോർട്ട് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് 21,300 പോയിന്റ്. ആൻഡ് ആ ഒരു സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ ഹൈ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. യെസ്. ഇനി നമുക്ക് യൂറോപ്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഫൂട്ട്സെ 100 0.04% നേരിയൊരു ഫ്ലാറ്റിഷ് ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാക് ആണെങ്കിൽ 0.3% ഒരു നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ഡാക്സിലോട്ട് വരുമ്പോൾ 0.12% ഒരു നേരിയ ഇടിവും കാണാൻ സാധിക്കുന്നുണ്ട്. യൂറോപ്യൻ മാർക്കറ്റിൽ സാറിന്റെ ഒരു ടേക്ക് എന്താണ്? യൂറോപ്യൻ മാർക്കറ്റിലും നമുക്ക് വീക്ക്നെസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. സോ ഗ്ലോബലി ഏത് മാർക്കറ്റ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാലും ഓൾ ഓവർ വീക്ക്നെസ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. സോ വരും ദിവസങ്ങളിൽ നമ്മൾ ഒത്തിരിയും കൂടെ സെല്ലിംഗ് പ്രഷറിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും. സാർ, ഏഷ്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഹാങ്സെങ് 0.3% ഒരു നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഷാങ്ഹായ് കോമ്പോസിറ്റ് നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് നോട്ടിലുള്ള ഒരു നേട്ടത്തിലാണ് നിലവിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 0.06% ഒരു നേട്ടമാണ് ഈ ഒരു സൂചികയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിൽ സാറിന്റെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ യൂറോപ്യൻ, ഏഷ്യൻ, അമേരിക്കൻ, ഇന്ത്യൻ ഏത് വിപണി എടുത്തു കഴിഞ്ഞാലും നമുക്ക് വീക്ക്നെസ് മാത്രമേ ഇപ്പൊ കാണാൻ സാധിക്കുന്നുള്ളൂ. സോ നമ്മള് വെദർ ഇറ്റ് ഇസ് ഷാങ്ഹായ്, വെദർ ഇറ്റ് ഇസ് സിംഗപ്പൂർ, ഏത് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് വീക്ക്നെസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ അറ്റ് ദ മൊമെന്റ്. യെസ് സാർ. ഇനി കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് വരുമ്പോൾ ബ്രെൻഡ് ക്രൂഡ് 0.07% ഒരു നേരിയ നേട്ടം കാണുന്നുണ്ട്. ഗോൾഡിൽ നോക്കുമ്പോൾ 0.30% ഒരു നേട്ടമാണുള്ളത്. ക്രൂഡ് ഓയിലിലോട്ട് വരുമ്പോൾ 0.06% ഒരു ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. കമ്മോഡിറ്റി മാർക്കറ്റിൽ സാറിന്റെ ഒരു ടേക്ക് എന്താണ്? ഓയിൽ കഴിഞ്ഞ ഒത്തിരി ആഴ്ചകളായിട്ട് ഒരു സൈഡ് വേസ് പാറ്റേൺ ആയിരുന്നു കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ കേസിൽ മേജർ റെസിസ്റ്റൻസ് $74, മേജർ സപ്പോർട്ട് $70 കണ്ടുകൊണ്ടിരുന്നത്. വെള്ളിയാഴ്ച ക്രൂഡിന്റെ കേസിൽ നമുക്ക് ഹെവി സെല്ലിംഗ് കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് $70 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ ഹൈ ആയിട്ടാണ് കാണുന്നത്. യെസ് സാർ. നമുക്കിനി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. സാറ് പറഞ്ഞതുപോലെ എല്ലാ മാർക്കറ്റിലും ഇപ്പോഴൊരു നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് ആണ് ഉള്ളതെന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുമ്പോഴും നമുക്ക് വെള്ളിയാഴ്ച എല്ലാ സെക്ടറുകളിലുമൊക്കെ തന്നെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു മാർക്കറ്റിൽ ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. നിഫ്റ്റി 50 22,795 എന്നൊരു ലെവലിലാണ് ക്ലോസ് ചെയ്തത്. ഏകദേശം 0.5% ഒരു ഇടിവായിരുന്നു നിഫ്റ്റി 50 സൂചികയിൽ ഉണ്ടായിരുന്നത്. നിഫ്റ്റി 50യിൽ സാറിന്റെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ continues to be bearish. Already Nifty 50 ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് തന്നെയായിരുന്നു. നിഫ്റ്റി 50യുടെ മേജർ സപ്പോർട്ട് 22,700 പോയിന്റിലാണ് കാണുന്നത്. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്നായിരിക്കും ഈ ആഴ്ചത്തെ വ്യാപാരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. യെസ് സാർ. ഇനി നമുക്ക് ചോദിക്കാനുള്ളത് നിഫ്റ്റി ബാങ്കിങ് സൂചികയുടെ ഒരു ടേക്കിനെ പറ്റിയാണ്. ഏതായാലും 48,981 എന്നൊരു ലെവലിലാണ് നിഫ്റ്റി ബാങ്കിങ് സൂചിക ക്ലോസ് ചെയ്തുണ്ടായത്. 353 പോയിന്റിന്റെ ഒരു ഇടിവാണ് ബാങ്കിങ് സൂചിക രേഖപ്പെടുത്തിയത്. അതായത് 0.72% ഒരു ഇടിവ്. നിഫ്റ്റി ബാങ്കിൽ സാറിന്റെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി 50 ഇൻഡെക്സിനെ അപേക്ഷിച്ച് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് ഒരു നേരിയ ഒരു ഔട്ട് പെർഫോമൻസ് ആണ് നമുക്ക് നൽകിക്കൊണ്ടിരുന്നത്. ബട്ട് വെള്ളിയാഴ്ച വീണ്ടും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക്
സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചു. ഈ ആഴ്ചത്തെ ട്രേഡിംഗ് ഇസ് ഗോയിങ് ടു ബി വെരി വെരി ക്രിട്ടിക്കൽ ഫോർ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മളിപ്പം മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 48,400 പോയിന്റ്. മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 50,000 പോയിന്റ്, അതിനുശേഷം 51,300 പോയിന്റ്. യെസ് സാർ. സാർ ഇനി ഒരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാനുള്ളത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയെ കുറിച്ചാണ്. കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. 6.2% വലിയൊരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിൽ ഓഹരികൾ ട്രേഡിംഗിൽ ക്ലോസ് ചെയ്തത്. ഏതായാലും ടെസ്ലയുടെ ഭാഗത്ത് നിന്ന് ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ, അതായത് അവരിവിടെ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാൻ പോകുന്നു, ഇവിടെ അവരൊരു സെയിൽസ് തുടങ്ങാനുള്ള സാധ്യതകൾ, അത്തരത്തിലുള്ള വാർത്തകൾ ഉള്ളത് ഈ ഒരു സ്റ്റോക്കിന്റെ ഇടിവിന് കാരണമായിട്ടുണ്ട്. എന്താണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിൽ സാറിന്റെ ഒരു വ്യൂ? See, Mahindra and Mahindra long-term and short-term trend already bearish ആയിരുന്നു. ആൻഡ് വെള്ളിയാഴ്ച നമുക്ക് വീണ്ടും ആ ഒരു സെല്ലിംഗ് പ്രഷർ വന്നതിനെ തുടർന്ന് ആ ഒരു ബെയറിഷ്നെസ്സിൽ കുറച്ച് ഊർജം വന്നിട്ടുണ്ട്. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 2,640 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. സാർ മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഏഷ്യർ മോട്ടോഴ്സിൻ്റെതാണ്. കഴിഞ്ഞൊരു മാർക്കറ്റ് നോക്കുമ്പോൾ 1.63% ഒരു നേട്ടമായിരുന്നു ട്രേഡിങ്ങിൽ ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. ഏഷ്യർ മോട്ടോഴ്സിൽ സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഏഷ്യ മോട്ടോഴ്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബെയറിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നമുക്ക് നേരിയ ഷോർട്ട് കവറിംഗ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. സോ കൈവശം നമുക്ക് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 5,040, 5,080, 5,120 ഈ 3 റെസിസ്റ്റൻസ് ആയിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. സാർ മറ്റൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് സ്റ്റീൽ സെക്ടറിൽ നിന്നുള്ള ഒരു സ്റ്റോക്കാണ് ടാറ്റ സ്റ്റീൽ. ടാറ്റ സ്റ്റീൽ 1.8% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് വെള്ളിയാഴ്ച മാർക്കറ്റിൽ ക്ലോസ് ചെയ്തത്. ടാറ്റ സ്റ്റീലിൽ സാറിന്റെ ഒരു വ്യൂ എന്താണ്? ടാറ്റ സ്റ്റീലില് നമുക്ക് കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഷോർട്ട് ടേമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ജനുവരി അവസാനത്തോടു കൂടിയായിരുന്നു ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബോട്ടം കാണാൻ സാധിച്ചത് അറൌണ്ട് 120 രൂപയ്ക്ക് അടുത്ത്. ആൻഡ് അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആയി തുടരുന്നു. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 145, ബട്ട് അതിനുശേഷം വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് 153 രൂപയിലായിരിക്കും. സർ അതുപോലെ മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് L&Tയുടെ ഓഹരിയാണ്. 1.21% ഒരു നേട്ടത്തിലായിരുന്നു വെള്ളിയാഴ്ച സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. L&Tയിൽ സാറിന്റെ ഒരു ടേക്ക് എന്താണ്? ലാർസൻ ആൻഡ് ടൂബ്രോയുടെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷ് ആയി തന്നെ തുടരുന്നു. നമുക്ക് ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും ഈ സ്റ്റോക്കിൽ അവോയ്ഡ് ചെയ്യുക. സാർ മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് പെയിന്റ് സെക്ടറിൽ നിന്നുള്ള ഏഷ്യൻ പെയിന്റ്സ് ആണ്. ഏഷ്യൻ പെയിന്റ്സിൽ സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ നമുക്കൊരു ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പോലും ജനുവരി മാസത്തിന് ശേഷം നമുക്കൊരു സൈഡ് വേസ് പാറ്റേൺ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ട്രെൻഡ് റിവേഴ്സൽ. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 2,320, അതിനുശേഷം 2,420, ആൻഡ് അത് രണ്ടും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വളരെ മേജർ റെസിസ്റ്റൻസ് 2,700 രൂപയിൽ. സാർ മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് KEC ഇന്റർനാഷണലാണ്. കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ചത്തെ ഒരു സ്റ്റോക്കിൽ ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് 1.43% ഒരു ഇടിവിലാണ്. നിലവിലൊരു ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആയിട്ട് കാണുന്നത് 755 രൂപയാണ്. KEC ഇന്റർനാഷണൽ സാറിന്റെ ഒരു വ്യൂ എന്താണ്? KEC ഇന്റർനാഷണലിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തന്നെ തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 700 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. സാർ മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് കാസ്ട്രോൾ ഇന്ത്യയാണ്. ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന ഒരു ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 215 രൂപയാണ്. കഴിഞ്ഞൊരു മാർക്കറ്റിൽ 0.68% ഒരു ക്ലോസിംഗ് പോസിറ്റീവ് രീതിയിലാണ് വെള്ളിയാഴ്ച ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. കാസ്ട്രോൾ ഇന്ത്യയിൽ സാറിന്റെ ഒരു വ്യൂ എന്താണ്? കാസ്ട്രോൾ ഇന്ത്യയിൽ നമുക്ക് ജനുവരി മാസത്തിലായിരുന്നു ഇതിന്റെ ബോട്ടം കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഗ്രാജുവൽ ആയിട്ട് ഈ സ്റ്റോക്കിൽ റിക്കവറി നടന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഹാസ് ബിക്കം ബുള്ളിഷ്, ബട്ട് ലോങ് ടേം ട്രെൻഡ് ഇപ്പോഴും ബെയറിഷ് ആയി തന്നെ തുടരുന്നു. മേജർ റെസിസ്റ്റൻസ് 225 രൂപയിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷ് ആയി മാറും.
സാർ മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഇന്ത്യ സിമൻസ് ആണ്. ഈ ഒരു സ്റ്റോക്കിന്റെ ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണുന്നത് 258 രൂപയാണ്. കഴിഞ്ഞൊരു വെള്ളിയാഴ്ചത്തെ മാർക്കറ്റിൽ 0.6% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യ സിമൻസിൽ സാറിന്റെ ഒരു ടേക്ക് എന്താണ്? ഇന്ത്യ സിമൻസിൽ നമുക്ക് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഹെവി സെല്ലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. സാർ മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് വി ഗാർഡിന്റെ സ്റ്റോക്കാണ്. കഴിഞ്ഞൊരു വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് നോക്കുമ്പോൾ ഒരു വലിയ മുന്നേറ്റം ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. 4.23% നേട്ടം രേഖപ്പെടുത്തിയ ഓഹരി 344 രൂപയാണ് ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണുന്നത്. വി ഗാർഡിൽ സാറിന്റെ ഒരു വ്യൂ എന്താണ്? വി ഗാർഡിന്റെ കേസിൽ ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് എന്നുള്ള ഒരു കാര്യം നമ്മൾ മറക്കരുത്. ആൻഡ് വി ഗാർഡിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ കൈവച്ച ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 120 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. സാർ മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് NHPCയുടെ ഓഹരിയാണ്. നിലവിൽ 79 രൂപയാണ് നമ്മളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണുന്നത്. കഴിഞ്ഞൊരു മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് നോട്ടിലുള്ള ഒരു പോസിറ്റീവ് രീതിയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. 0.1% നേട്ടം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. NHPCയിൽ സാറിന്റെ ഒരു വ്യൂ എന്താണ്? NHPCയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ ആഴ്ച മുഴുവൻ നമുക്കൊരു ഷോർട്ട് കവറിംഗ് കാണാനിടയായി. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു ചെറിയ നേരിയ സൈഡ് വേസ് പാറ്റേൺ ഫോം ചെയ്തു വരുന്നുണ്ട്. ബട്ട് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 85 രൂപയുടെ റെസിസ്റ്റൻസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം. സർ മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഫാർമ സെക്ടറിൽ നിന്നാണ്. സിപ്ലയുടെ ഓഹരിയാണ്. 0.2% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു വെള്ളിയാഴ്ച ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ക്ലോസ് ചെയ്തത്. നിലവിൽ 1475 രൂപയാണ് ഇതിന്റെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണുന്നത്. സിപ്ലയിൽ സാറിന്റെ ഒരു ടേക്ക് എന്താണ്? സിപ്ലയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. സിപ്ലയുടെ കേസിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 1550 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സർ മറ്റൊരു സ്റ്റോക്ക് നമുക്കുള്ളത് വേദാന്തയാണ്. വേദാന്തയുടെ ഒരു ലാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1% മുകളിലേക്കുള്ള ഒരു നേട്ടം മാർക്കറ്റിൽ ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ 438 രൂപയാണ് ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണുന്നത്. വേദാന്തയിൽ സാറിന്റെ ഒരു വ്യൂ എന്താണ്? വേദാന്തയുടെ കേസിൽ ഫൈനാൻഷ്യൽസ് ഒട്ടും മികച്ചതല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റോക്സിൽ നമ്മൾ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. സോ വേദാന്തയുടെ ലോങ് ചാർട്ട് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഇതിന്റെ മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 480 രൂപയിലാണ്. സർ മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഗ്രേവസ് കോട്ടൺ ആണ്. ഈ ഒരു സ്റ്റോക്കിൽ സാറിന്റെ ഒരു ടേക്ക് എന്താണ്? ഗ്രീവ്സ് കോട്ടന്റെ കേസിൽ കഴിഞ്ഞ 4-5 മാസങ്ങളായിട്ട് നിഫ്റ്റി 50 അപേക്ഷിച്ച് ഇറ്റ് ഇസ് ഗിവൺ അസ് ഔട്ട് പെർഫോമൻസ്. ഗ്രീവ്സ് കോട്ടന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 205 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിന്റെ ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 300, അതിനുശേഷം 325 ആയിരിക്കും. സർ മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഡെക്കാൻ സിമൻസ് ആണ്. കഴിഞ്ഞ ഒരു മാർക്കറ്റ് വെള്ളിയാഴ്ച വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഈ ഒരു ഓഹരി നടത്തുകയുണ്ടായി. 12% ഒരു നേട്ടത്തിലാണ് ഈ ഒരു സ്റ്റോക്ക് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. 862 രൂപയാണ് നിലവിൽ ഒരു ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡെക്കാൻ സിമൻസിൽ സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഡെക്കാൻ സിമൻസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് വിഷ്ണു പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമുക്ക് ഹെവി ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റിയും വന്നിട്ടുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിംഗ് ആൻഡ് വോളറ്റിലിറ്റിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 940 രൂപയിലായിരിക്കും. ആൻഡ് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 620 രൂപ. സാർ മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് കേഫിൻ ഇന്റർനാഷണൽ ആണ്. കമ്പനിയുടെ ഒരു കേഫിൻ ടെക്നോളജീസ് ആണ്. ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ രീതിയിലുള്ള കഴിഞ്ഞൊരു സ്റ്റോക്കിൽ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു. ഏകദേശം 3.5% മുകളിലേക്കുള്ള ഒരു നേട്ടത്തിലാണ് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. കേഫിൻ ടെക്നോളജീസിൽ സാറിന്റെ ഒരു വ്യൂ എന്താണ്?
കേഫിന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിലും നമുക്ക് ലോങ് പൊസിഷൻസ് ഒന്നും എടുക്കാൻ ഒരു അവസരം കാണാൻ സാധിക്കുന്നില്ല. ഇതിലൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 1080, അതിനുശേഷം 1280 റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. സാർ, മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് കർണാടക ബാങ്കാണ്. ബാങ്കിന്റെ ഓഹരി കഴിഞ്ഞ ഒരു മാർക്കറ്റിൽ 0.1% ഒരു നേരിയ നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 170 കറന്റ് ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. കർണാടക ബാങ്കിൽ സാറിന്റെ ഒരു ടേക്ക് എന്താണ്? കർണാടക ബാങ്കിന്റെ കേസിൽ ഓവറോൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ സിമിലർ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. സാർ, മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് വെൽസ്പൺ ലിവിംഗ് ആണ്. കമ്പനിയുടെ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസ് നോക്കുമ്പോൾ വെള്ളിയാഴ്ച 3.5% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. 119 രൂപയാണ് ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആയിട്ട് കാണുന്നത്. വെൽസ്പൺ ലിവിംഗിൽ സാറിന്റെ ഒരു വ്യൂ എന്താണ്? വെൽസ്പൺ ലിവിംഗിന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് അറ്റ് ദ മൊമെന്റ് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ ആദ്യം തന്നെ 155, അതിനുശേഷം 170 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. ഓക്കെ സാർ, നമ്മളിനി അടുത്തൊരു സ്റ്റോക്കായിട്ട് ചോദിക്കാനുള്ളത് JMM ഓട്ടോയെ കുറിച്ചാണ്. ഈ ഒരു സ്റ്റോക്കിൽ സാറിന്റെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, ഈ ഒരു സ്റ്റോക്കിന്റെ ഡേറ്റ ലഭിക്കുന്നില്ല. ഓക്കെ സാർ, എന്നാൽ മറ്റൊരു സ്റ്റോക്കിലോട്ട് പോകാം. മറ്റൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് അപ്പോളോ ഹോസ്പിറ്റലിനെ കുറിച്ചാണ്. ഈ ഒരു സ്റ്റോക്കിൽ സാറിന്റെ ടേക്ക് എന്താണ്? കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച നോക്കുമ്പോൾ ഏകദേശം 1% ഒരു ഇടിവായിരുന്നു ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. അപ്പോളോ ഹോസ്പിറ്റൽ സാറിന്റെ ഒരു ടേക്ക് എന്താണ്? സോ അപ്പോളോ ഹോസ്പിറ്റലിന്റെ കേസിലും നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് അറ്റ് ദ മൊമെന്റ് ഈ ഒരു സ്റ്റോക്കിലും നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 6100 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഒരു സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 6850 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സാർ, മറ്റൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് സിഗ്നിറ്റി ടെക്നോളജീസ് ആണ്. ഈ ഒരു സ്റ്റോക്കിൽ സാറിന്റെ ഒരു ടേക്ക് എന്താണ്? സിഗ്നിറ്റി ടെക്നോളജി ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ഈ സ്റ്റോക്കിൽ ലിക്വിഡിറ്റി ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും കഴിഞ്ഞ നവംബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ഹൈ വോളറ്റിലിറ്റിയാണ് കാണാൻ സാധിച്ചത്. ബട്ട് എസ്പെഷ്യലി കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ വന്നിരിക്കുന്ന ഹെവി സെല്ലിങ്ങിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1320 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 1490, അതിനുശേഷം 1600 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. സാർ, മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ലുബിന്റെ ഓഹരിയാണ്. ഈ ലുബിന്റെ ഓഹരിയിൽ കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച നോക്കുമ്പോൾ 3.65% ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആയിട്ട് വരുന്നത് 1905 എന്നുള്ളതാണ്. ലുബിന്റെ ഒരു ഓഹരിയിൽ സാറിന്റെ ഒരു വ്യൂ എന്താണ്? ലൂപ്പിൻ ലബോറട്ടറി വീണ്ടും മറ്റ് പല ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്സിനെ പോലെ തന്നെ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഹെവി സെല്ലിംഗ് ആണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് രണ്ടും ബെയറിഷായി മാറിയിട്ടുമുണ്ട്. ഈ സ്റ്റോക്കിലെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1880 രൂപയുടെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 2080, അതിനുശേഷം 2270 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. സാർ, വളരെ നന്ദി സാർ, ഇത്രയും ഒരു വിവരങ്ങൾ നമുക്ക് വേണ്ടി ഷെയർ ചെയ്തതിന്. ഏതായാലും മാർക്കറ്റ് പ്ലസിന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്ത ഒരു എപ്പിസോഡ് മാർക്കറ്റ് സ്ക്രീനറിന്റെ ഒരു പുതിയ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.